ഈ ആക്ടിന്റെ ഒരു ഇഫക്റ്റും മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടാവില്ല എന്ന് പറയാം. അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോർട്ട് പോകുന്നത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീന്റെ റൈറ്റ്സും അവകാശവും അതിൽ ഇഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിന്റെ UDF ആയ പാർട്ട്ണർ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് സുപ്രീം കോർട്ട് പോയിട്ട് ചാലഞ്ച് ചെയ്യുന്നു? അതുകൊണ്ട് ഇതെല്ലാം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ വിഷമം, ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാനും അത് കോൺഗ്രസ് അവരുടെ ഒരു പ്രയാസം, അവരുടെ ഒരു എഫേർട്ട്. BD സതീശൻ പറഞ്ഞ മാതിരി ഇന്നലെ CPM ഒരു ഗൂഢാലോചന നടത്തുന്നു. എങ്ങനെയെങ്കിലും ഈ ആക്ടിന്റെ ബെനിഫിറ്റ് മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പാടില്ല എന്ന് അവരുടെ ഒരു ഗൂഢാലോചന. അതുകൊണ്ട് ഇതിനെപ്പറ്റിയെല്ലാം നമ്മുടെ ഏറ്റവും അക്കംപ്ലിഷ്ഡ് ക്യാബിനറ്റ് മിനിസ്റ്റർ, ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ കിരൺ റിജിജു ഇന്ന് സംസാരിക്കും.